നമസ്കാരം, സ്പോർട്സ് ബീച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ബെൻഡോ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ക്രിസ്ത്യാനോ കളി കഴിഞ്ഞിട്ടിരുന്ന ആ ഇരിപ്പില്ലേ, അതിലുണ്ട് എല്ലാം. ഓരോ അൽ നാസർ ഫാൻ്റെയും ആ സമയത്തെ റിയാക്ഷൻ അതാണ്. 10 സെക്കൻഡ് പോയിരുന്നെങ്കിൽ അൽ നാസർ ആ സമയത്തെ പ്രോ ലീഗ് ചാമ്പ്യന്മാരാകുമായിരുന്നു. ആ സമയത്താണ് ആ ത്രോ ബോൾ വന്നത്. അത് പിടിക്കാനാണോ പഞ്ച് ചെയ്യാനാണോ എന്തിനാണോ എന്താ അറിയില്ല, ബെൻഡോസ് അത് പിടിച്ച് നേരെ ബെൻഡോസിൻ്റെ കൈയിട്ടിട്ട് നേരെ വലയുടെ ഉള്ളിൽ കയറിയത്. അവിടെ ഒരു അൽ ഹിലാലിൻ്റെ ഒരു പ്ലെയർ പോലും ഇല്ല. ആ സമയത്താണ് അത് ആ വലയിൽ കയറിയത്. ഒരു പ്രഷറും ഇല്ല, ജസ്റ്റ് കൈയിൽ പിടിച്ച് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആ ബോൾ കൈ കൊണ്ട് തട്ടി സ്വന്തം വലയിലേക്ക് ഇടുകയാണ് ചെയ്ത് ബെൻഡോ. വല്ലാത്തൊരവസ്ഥ. വിജയത്തിൻ്റെ തൊട്ട് മുമ്പിൽ എത്തിയിട്ട് അതൊരു കൈ കൊണ്ട് തട്ടി വിജയം കയ്യിൽ നിന്ന് പോയി അൽ നാസറിൻ്റെ. പക്ഷേ 1-1 സമനിലയാണ് അൽ നാസറും അൽ ഹിലാലും. ഇവിടെ തീരുന്നൊന്നുമില്ല. അടുത്ത കളി ഡമാക്കിൻ്റെ ഒപ്പം അൽ നാസർ ജയിച്ച ചാമ്പ്യന്മാരായി. പക്ഷേ ഇതൊരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. സെലിബ്രേഷനാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. 10 സെക്കൻഡും കൂടി അല്ലേ ഉള്ളൂ. CR7 അവിടെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ആരാധകരോട് സപ്പോർട്ട് ചെയ്ത് പ്ലേയേഴ്സിനൊക്കെ നല്ല എനർജി കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഏതായാലും കളി 1-1 സമനിലയാണ് അവസാനിച്ചത്. മത്സരത്തിൽ അൽ നാസറിൻ്റെ ഗോള് സിമാക്കിൻ്റെ വകയായിരുന്നു. അൽ ഹിലാലിൻ്റെ ഗോള് ബെൻഡോ സ്വന്തം മിസ്റ്റേക്കിലൂടെ വലയിലിട്ടതാണ്. ഏതായാലും അൽ നാസറിൻ്റെ മുന്നേറ്റ താരങ്ങളായിട്ട് നിന്നിരുന്നത് ജോ ഫെലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും കെംസി കോമനുമാണ്. മറുഭാഗത്ത് സൽമേൽ ദൗസാരിയും കരീം ബെൻസമയും മിൽക്കോവി സേവിച്ചും മാൽക്കോവുമാണ് മറുവശത്ത് മുൻനിര താരങ്ങളായി നിന്നിരുന്നത്. കളിയുടെ 37-ാമത്തെ മിനിറ്റിൽ സിമാക്കിൻ്റെ ഗോളിലൂടെ അൽ നാസർ കളി മുൻതൂക്കം പിടിച്ചിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-0 എന്ന രൂപത്തിലാണ്. രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കുമ്പോൾ അത്ര എളുപ്പമായിരുന്നില്ല കളി. കാരണം അൽ നാസറിനെ സംബന്ധിച്ചിടത്തോളം പരിക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. ഏഞ്ചലോ ഓൾറെഡി പരിക്കിലായിരുന്നു. ബ്രസോവിച്ചിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നു അൽ നാസറിൽ. അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ടീമിന് കുറച്ചുകൂടി ഡിഫൻസിലേക്ക് വലിയേണ്ട അവസ്ഥ വന്നു. രണ്ടാമത്തെ ഗോളടിക്കാനുള്ള അത് അത്ര പുഷിന് വേണ്ടി പറ്റിയില്ല ടീമിന്. എന്തായാലും കളിയുടെ അവസാനം വരെ അൽ നാസർ ചാമ്പ്യന്മാരാകും എന്നുള്ളതിൽ നിൽക്കുകയായിരുന്നു. കളിയുടെ 10 സെക്കൻഡിൽ 1 മിനിറ്റൊക്കെ മതി ഏത് കളി എപ്പോൾ വെച്ചാൽ മാറാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത് അൽ നാസറിൻ്റെ ഒപ്പം നടക്കുന്നതെന്ന് വിചാരിച്ച കാര്യമില്ല. എന്തായാലും ഒരു വലിയ മിസ്റ്റേക്കായിരുന്നു ബെൻഡോൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായത്. കിരീടം കയ്യിൽ നിന്ന് അകന്ന് പോയിക്കാണ് അൽ നാസറിൻ്റെ. പക്ഷേ 33 കളി 83 പോയിൻറ്റുമായി അൽ നാസർ ഇപ്പോഴും പോയിൻ്റ് ടേബിൾ ലീഡിലാണ്. രണ്ടാമത് അൽ ഹിലാൽ 32 കളി 78 പോയിൻ്റ്. ഒരു കളി കുറച്ചാണ് കളിച്ചത്. അത് ജയിച്ചാൽ പോലും അൽ നാസറുമായിട്ടൊരു 2 പോയിൻ്റൊക്കെ ഡിഫറൻറ്റ് ഉണ്ടാവും. എന്തായാലും നിങ്ങളെ കളി ദമാക്കിൻ്റെ ഒപ്പമാണ്. അത് ഈ സീസണിൽ അൽ നാസറിൻ്റെ ലാസ്റ്റത്തെ കളിയാണ്. അതിൽ ജയിച്ച അൽ നാസർ ചാമ്പ്യന്മാരായി. മെയ് 21 രാത്രി 11:30 കളി. ആ മത്സരം വിജയിച്ചാൽ അൽ നാസറിൻ്റെ കിരീടം സ്വന്തമാക്കാം. എന്തായാലും ആരാധകരൊക്കെ വലിയൊരു സങ്കടത്തിലാണ്. അതൊരു ഫൈനൽ മാച്ചാകും വിചാരിച്ച് പോയതാണ്. ടിക്കറ്റിനൊക്കെ നല്ല പ്രൈസ് കയറുന്നു. ഒന്നാമത് പൈസയുടെ കാര്യമില്ല, ആരാധകർ റൊണാൾഡോ പറഞ്ഞ് കയറിയതാണ്. എന്തായാലും മെയ് 21 കളി നമുക്ക് നോക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി സ്പോർട്സ് പിച്ച് ഇനിയും വരുന്നതായിരിക്കും.